മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതിൽ നമുക്ക് എന്തെങ്കിലും വിഘാതങ്ങളുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്തു പോകാനുള്ള ഒരു ടൂളാണ്, അതിനുള്ള സംവിധാനമാണ് ജ്യോതിഷം. ആ ജ്യോതിഷത്തിൻ്റെ ഒരു ടൂളാണ് പഞ്ചാംഗം. അപ്പോൾ കാണിപ്പയ്യൂർ തിരുമേനി ABC ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പഞ്ചാംഗത്തെ പറ്റി സംസാരിച്ചാലോ? അപ്പോൾ ഞാൻ ഇത് കണ്ടു, തിരുമേനിയുടെ ക്യാമറയിൽ കണ്ടിട്ട് ഈ പഞ്ചാംഗം, ഞാനിത് ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ ഒരു പുസ്തകം. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ. അപ്പം എന്താണ് പഞ്ചാംഗം? സാധാരണഗതിയിൽ നമ്മൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളത് നക്ഷത്രമാണ്. അതെ, എല്ലാവരും നമ്മളിപ്പോൾ ഒരു ജ്യോതിഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്ന നക്ഷത്രമാണ്. അപ്പോൾ നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ ഈ ചന്ദ്രൻ ഭൂമിയെ വലയം വയ്ക്കുമ്പോൾ നിശ്ചിത പഥത്തിൽ കൂടി തിരുവാതിര തീക്കട്ട പോലെ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും, അത് കേട്ടിട്ടുണ്ടാവും. നക്ഷത്ര സമൂഹത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഓരോ നക്ഷത്രങ്ങൾ വരുന്നത്. ഇങ്ങനെ ഈ നക്ഷത്രം, ആഴ്ച, തിഥി, കരണം, നിത്യയോഗം ഇതെല്ലാം സാങ്കേതികമാണ് കേട്ടോ. ഇതെല്ലാം കൂടുന്നതാണ് പഞ്ചാംഗം. ഇതിനേക്കാളുപരി പഞ്ചാംഗത്തിൽ ഉള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് വിഷുഫലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. വിഷുഫലം അതായത് മേടമാസത്തിലെ ആ വിഷു സംക്രമം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിഷു ആചരിക്കുന്നു, ആഘോഷിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിലൊരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പുതിയ വർഷത്തിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. പണ്ടൊക്കെ അന്നൊരു മഴ കിട്ടിയതിന് ശേഷമേ നമുക്ക് നെല്ല് വിതയ്ക്കാനും കൃഷിയൊക്കെ തുടങ്ങുള്ളൂ. എല്ലാ ഫലമൂലാദികളും അതിന് ശേഷം കൃഷി ചെയ്തിട്ടാണ് നമുക്കൊക്കെ അന്നത്തിനുള്ള വഴിയുള്ളൂ. അപ്പോൾ ആദ്യം ഈ പഞ്ചാംഗത്തിൽ തന്നെ ഇക്കൊല്ലം പഞ്ചാംഗം ഇറങ്ങുക എപ്പോഴും ചിങ്ങമാസം മുതലാണ്. ഓഗസ്റ്റ് 17-ാം തീയതിയാണല്ലോ സാധാരണ. എന്നിരുന്നാലും വരുന്ന വർഷത്തിലെ 2025 വിഷുഫലം എന്ന് പറയുന്ന 2025-2026 ഏപ്രിൽ മുതൽ ഒരു കൊല്ലത്തെ ഫലം കൂടിയും അടങ്ങിയിട്ടുള്ളതാണ്. അന്ന് ആ കാലം മഴ എങ്ങനെയായിരിക്കും, പ്രകൃതി എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതൊക്കെ ഏറ്റവും സംക്ഷിപ്തമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ആദ്യമുള്ളത്. അതെ. രണ്ടാമത് ഇന്നത്തെ ദിവസം എന്താണ് നക്ഷത്രം, ഇന്നിപ്പോൾ എന്താണ് ദിവസം, ഇന്ന് ഇന്ന ദിവസം ഇന്ന നക്ഷത്രം എന്നൊക്കെ നോക്കണു. കാരണം എല്ലാവരും അതെ, ഒരു വാഹനം വാങ്ങിക്കുക, നിങ്ങളിപ്പോൾ ഒരു ഉദ്യോഗത്തിൽ പ്രവേശിക്കുക. കാരണം നിങ്ങൾക്കൊക്കെ ചോദ്യം എങ്ങനെയായിരിക്കാം, ഒരു പുതിയതായിട്ടുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടുക. വിവാഹവും കാര്യങ്ങളൊക്കെ നമുക്കൊരു ജീവിതത്തിൽ അങ്ങ് ഉണ്ടാവണു. അത് നമ്മൾ തീർച്ചയായിട്ടും അച്ഛനമ്മമാരാണ് നമ്മൾ ചിന്തിക്കുക, അവർ നല്ല ദിവസം നോക്കി. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ പലതും ഉണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മൾ നല്ല നക്ഷത്രം നോക്കി സ്വീകരിക്കുക. കർത്തവാവ് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെ അങ്ങനെ നോക്കുന്ന ഒരു സമ്പ്രദായത്തിനാണ് ഏറ്റവും ആധികാരികമായിട്ടാണ് യഥാർത്ഥത്തിൽ പഞ്ചാംഗം എന്ന് പറയുന്നത്. അതാണ് ഇതിലുൾപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു രൂപമാണ്, നിങ്ങൾ കലണ്ടർ കണ്ടിട്ടില്ലേ? മനോരമയും മാതൃഭൂമിയൊക്കെ ഇറക്കുന്നു. ഈ മനോരമയുടെ മാറ്ററും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് വളരെ വർഷമായിട്ട്. അപ്പോൾ ഇതിൽ എന്താണ് നക്ഷത്രം, എന്താണ് തിഥി എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല നക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ ഓരോ കാര്യത്തിന് പുറപ്പെട്ടാൽ കാര്യങ്ങൾ നടക്കും. തിഥിയും നക്ഷത്രമൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതൊക്കെയാണ് പലരും ഇത് വിശ്വസിക്കുന്നതും പലരും അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത്ഭുതമുണ്ട്. വിദേശത്ത് പോകുന്ന സ്ഥലത്ത് ഞാനൊരു സൺഡേ സപ്ലിമെൻ്റ് കണ്ടു. ദിസ് ഡേ ഫോർ യു സൺഡേ സപ്ലിമെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് പ്യുവർ അസ്ട്രോണമിയാണ് കേട്ടോ. ഈ പഞ്ചാംഗം എന്ന് പറയുന്ന പ്യുവർ അസ്ട്രോണമിയാണ്. ഈ ഗ്രഹങ്ങളൊക്കെ ഭൂമിയിൽ നിന്നും ഏതേത് സ്ഥലങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്. ഭൂമി ഇവിടെയാണ്. ഭൂമിയെ വലയം വെച്ച് ഓരോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന സൂര്യനെ അങ്ങനെ കൃത്യമുള്ളൊരു ഭ്രമണപഥത്തിലൊന്നല്ല ഭൂമി സഞ്ചരിക്കുന്നത്. ദീർഘവൃത്താകൃതിയാണ്. ഓരോ ഗ്രഹങ്ങൾ, ശനിയും ഒരു സ്ഥലത്ത് ശനി സഞ്ചരിക്കുന്നു,
ശനിയുടെ ഏറ്റവും അറ്റത്ത് നിൽക്കണു, ഭൂമിയെ അപേക്ഷിച്ച് ഏറ്റവും ദൂരത്ത് നിൽക്കുന്നതാണ് ശനി. ഇങ്ങനെ ഗ്രഹങ്ങളെല്ലാം തന്നെ ഗണിച്ച് ഏതേത് പ്ലാനറ്ററി പൊസിഷനിൽ ഏതേത് ദിവസങ്ങളിൽ ഇന്നത്തെ ദിവസം കാലത്ത് എവിടെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കണ്ടന്റായിട്ട് ഏതേത് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഈ ഒരു ഇത്രയും ഉള്ള പേജുകൾ, ഇവിടുന്ന് അങ്ങോട്ടുള്ള പേജുകളൊക്കെ അങ്ങോട്ടുള്ള പേജുകളൊക്കെ അതായത് ഡിഗ്രി മിനിറ്റ് ഇത് ഭൂമിയിൽ നിന്നും കണക്കാക്കുന്നത്. പക്ഷെ ഇതൊന്നും ആൾക്കാർക്ക് ആവശ്യമില്ല. പക്ഷേ ജ്യോതിഷികൾക്ക് ഫലം പറയുന്നുണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു എന്നറിയണം. അതേപോലെ നോക്കിയായിരുന്നേ, അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് ഭാഗങ്ങള് ഈ സമയമൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, നല്ല സമയം അങ്ങനെയൊക്കെ. അപ്പൊ ഈ സമയമൊക്കെ നോക്കിയപ്പോ എനിക്ക് തോന്നല് നമ്മൾ ഈ പരീക്ഷക്കൊക്കെ എക്സാം എഴുതത്തില്ലേ, ആ കുട്ടികൾ എക്സാം എഴുതത്തില്ലേ, അപ്പൊ എക്സാം എഴുതുമ്പോൾ ചിലപ്പോ യൂണിവേഴ്സിറ്റി എക്സാം വെക്കുന്നത് അവരുടെ ഇഷ്ടമുള്ളൊരു അവരുടെ നോക്കിയിട്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ അന്നേരം മോശം സമയമായിരിക്കാം, അപ്പൊ നമ്മൾ എക്സാം എഴുതി നമുക്ക് മാർക്ക് കുറയും കൂടും. അതെ അതെ, അത് ഈ ഒരു നല്ല നക്ഷത്രം മാത്രമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് വിദേശത്ത് പല എക്സാമിനും വിദേശത്തുള്ള ആൾക്കാർ നമ്മുടെ മലയാളികൾ ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. നമുക്കൊരു പരീക്ഷയ്ക്ക് നിശ്ചയിക്കാമെന്ന് വിചാരിക്കണ ദിവസം ഇപ്പോൾ US ഡാലസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗണിച്ച് പറഞ്ഞു കൊടുക്കൽ പതിവുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെയാണ് വാഹനം വാങ്ങിക്കലും. ചോദ്യം ചോദിച്ചത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ അങ്ങനെ പോയി. ഇപ്പൊ ഇന്റർവ്യൂ, പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ വന്നു, ജോബ് ഇന്റർവ്യൂ വന്നു, അപ്പൊ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മളെ അത് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കാനല്ല ഈ ജ്യോതിഷം. മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതിൽ നമുക്ക് എന്തെങ്കിലും വിഘാതങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്തു പോകാനുള്ള ഒരു ടൂളാണ്, അതിനുള്ള സംവിധാനമാണ് ജ്യോതിഷം. ആ ജ്യോതിഷത്തിൻ്റെ ഒരു ടൂളാണ് പഞ്ചാംഗം യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പഞ്ചാംഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. അതെ, അതേപോലെ തന്നെ അതിലൊരു പ്രധാനമുണ്ട്. നമ്മൾ ഈ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ വ്യവസായം തുടങ്ങാനാണെങ്കിലും വ്യാപാരം തുടങ്ങാനാണെങ്കിലും അതിലൊക്കെ മുഹൂർത്തങ്ങൾ ഗണിച്ചെഴുതുന്നുണ്ട്. അത് നിങ്ങൾക്കത് ഓപ്റ്റ് ചെയ്യാം. ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ നോക്കൽ പതിവുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ പതിവുണ്ട്. പിന്നെ ഒരു കരാർ ഒപ്പുവയ്ക്കുക, ഒരു കരാർ ജോലിയുടെ ഏറ്റെടുക്കുക, ഉദ്യോഗത്തിൽ പ്രവേശിക്കുക. ചില ആൾക്കാർ ഉദ്യോഗം നല്ല പൊസിഷനിലാവും, എന്നിരുന്നാലും അടുത്തൊരു പൊസിഷനിൽ ഒരു ചാർജ് എടുക്കണോ, ഒന്ന് തിരുമേനി ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് വിളിക്കണം. നല്ല സമയം നോക്കിയിട്ട് ഇതിലൊക്കെ നമ്മുടെ ഒരു മനസ്സിന്റെ വിശ്വാസവും കൂടി ഒരു തീർച്ചയായിട്ടും വിശ്വാസം. അത് നമ്മൾക്കിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാ ഡോക്ടർമാരും ഒരേപോലെ അല്ലേ പഠിച്ചിട്ടുള്ളത്, എല്ലാവരും ഒരേപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ നമുക്കൊരു ഡോക്ടർ പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാവും. ആ ഡോക്ടർ ചിലപ്പോൾ മരുന്ന് തരേണ്ടില്ല, ഇതേ മരുന്ന് തന്നെയാവും മറ്റേ ഡോക്ടർ തന്നിട്ടുണ്ടാവുക. പക്ഷെ അത് ചിലപ്പോൾ ഈ ഡോക്ടറിൻ്റെ മരുന്ന് ഇത് സാരില്ല, ഇത് മാത്രം കഴിച്ചാൽ മതി, നമ്മുടെ സുഖഭേദവും. അവിടെയാണ് വിശ്വാസത്തിന് പ്രാധാന്യം. അത് തീർച്ചയായിട്ടും ഏത് ജ്യോതിഷിയെ നമ്മൾ വിശ്വസിച്ചും കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നു. ആ ജ്യോതിഷി പറഞ്ഞ വിധത്തിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചാംഗം കയ്യിലുണ്ടെങ്കിലേ ഇത് നിവൃത്തിയുള്ളൂ. പണ്ട് പല വിധത്തിലുള്ള പഞ്ചാംഗങ്ങൾ ഇറങ്ങിയിരുന്നു, പട്ടാമ്പി പഞ്ചാംഗം. ഈ പഞ്ചാംഗത്തിന് പണ്ടൊക്കെ ഞാനൊക്കെ ഗണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പഴയ വിരലിമ്പിൽ ഗണിച്ചിട്ടുണ്ട്. ഇന്ന് 1955-56 കാലങ്ങളിൽ ഒരു മോഡേൺ തിയറി വന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു കറക്ഷൻ വന്നു. ഇപ്പോൾ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രഹങ്ങളുടെ പൊസിഷനൊക്കെ ഗണിക്കുന്നത്. ഞാനൊരു സംശയിക്കട്ടെ, എനിക്ക് അറിയില്ല, ഈ കവടി നിരത്തി നോക്കില്ലേ, അപ്പൊ അതും ഈ പഞ്ചാംഗവും രണ്ട് ഇതിലത്തെ ഗ്രഹസ്ഥിതി വെച്ചിട്ടാണ്. ഇന്നത്തെ ഗ്രഹസ്ഥിതി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഈ പഞ്ചാംഗേ നിവൃത്തിയുള്ളൂ. അതെ, അല്ലെങ്കിൽ പ്ലാനറ്ററി പൊസിഷൻ ഇന്നത്തെ ഗണിക്കാം. ഇന്നിപ്പം ധാരാളം സോഫ്റ്റ്വെയറുകളുണ്ട്. ഇന്നത്തെ ഡേറ്റ് പല ജ്യോതിഷന്മാരും ആ കവടി നിരത്തി മാത്രം ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ കവടി നിരത്തുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് ചിന്തിക്കാനാണ്. വെദർ യു ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതും ഉണ്ടാവുമല്ലോ. പല കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കാം. അതിൽ നമ്മളൊരു പലതും ഉണ്ടാവാം സാഹചര്യങ്ങൾ. അതുപോലെ തിരുമേനി ഇതിനകത്ത് 116 എഴുതിയിരിക്കുന്നു. ഇത് വർഷമാണോ അതോ ലക്കമാണോ അധ്യായമാണോ എന്താണെന്ന് ഞങ്ങളുടെ കാണിപ്പയ്യൂർ ഇല്ലത്തുനിന്ന് 116ാമത്തെ ലക്കാണ് ഇത് ഇറക്കണത്. ഞങ്ങളുടെ മുത്തശ്ശനായിട്ടാണ് തുടങ്ങി വെച്ചത്. 116 വർഷം അച്ഛൻ്റെ അച്ഛനാണ് തുടങ്ങി വെച്ചത്. അപ്പം ഞാനായിട്ട് 44ാമത്തെ കൊല്ലാണ്, 44ാമത്തെ വർഷമാണ് ഈ പഞ്ചാംഗം ഇറക്കുന്നത്.
എൻ്റെ ഗുരുനാഥനും കഴിഞ്ഞ ഒരു 5-6 കൊല്ലം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിലാണ് ഇപ്പോഴും അതെ. അപ്പോൾ തിരുമേനി പഞ്ചാംഗത്തെക്കുറിച്ച് ഇനി ആ പഞ്ചാംഗത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്, അത് വിട്ടുപോയി. സാധാരണഗതിയിൽ പഞ്ചാംഗം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൊല്ലത്തെ നിങ്ങളുടെ നക്ഷത്രപ്രകാരമുള്ളൊരു ഫലം കൂടിയും, സാധാരണഗതിയിൽ ഈ വ്യാഴം, ശനി, രാഹു, കേതുക്കൾ ഇങ്ങനെ ഗ്രഹങ്ങളുടെ മൂവ്മെൻ്റ് അനുസരിച്ച് ഒരു കൊല്ലത്തെ ഒരു പ്രായേണ ഉള്ളൊരു ഫലങ്ങളും അതിൽ ഉൾപ്പെടുത്തും. അതൊരു കൃത്യമായിട്ടുള്ളൊരു ഫലപ്രവചന രീതി ആണെന്ന് പറയാൻ വയ്യ, ഒരാളെ ജാതകം നോക്കി പറയുന്ന സമ്പ്രദായം അല്ല. എന്നിരുന്നാലും ഒരു സാധാരണ ഒരു ഫലപ്രവചന രീതിയും കൂടി ഇതിൽ പഞ്ചാംഗത്തിൻ്റെ ഒടുവിൽ ഉണ്ട്. ഓരോ നക്ഷത്രപ്രകാരം പ്രായേണ ഉള്ള ഒരു ഫലം അതുണ്ട്, ഒടുവിലുണ്ട്. അതന്നെ ഓരോ നക്ഷത്രപ്രകാരമുള്ള ഫലങ്ങളുണ്ട്. ഗൃഹാരംഭം അങ്ങനെ എഴുതിയിരിക്കുന്നു, അത് അതിൻ്റെ ഓരോ മുഹൂർത്തങ്ങളുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ മുഹൂർത്ത ഗണിതം പഠിക്കുകയാണെങ്കിൽ അതിന് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഓരോന്ന് എന്തൊക്കെയാണ് വർജിക്കേണ്ടത്, വിവാഹത്തിന് ഏതൊക്കെ നക്ഷത്രങ്ങളാണ് വർജിക്കേണ്ടത് എന്നൊക്കെ പറയുന്നൊരു ടേബിൾ ഉണ്ട് അതിൽ. അത് എല്ലാവർക്കും പഠിക്കാം. വേണമെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു പഞ്ചാംഗം കിട്ടിയാൽ കുറെ പഠിക്കാനുള്ള ഈ പഞ്ചാംഗം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ രീതിയിലാവട്ടെ എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഇതിൽ പറയാനുള്ളൂ. ഗുരുനാഥനും ശാസ്ത്രത്തിനും നമസ്കരിക്കുന്നു. നമസ്കാരം.